ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന കുറേ കോൺസെപ്റ്റുകളാണ് കറണ്ട്, വോൾട്ടേജ്, അതേപോലെ റെസിസ്റ്റൻസ്, അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ബേസിക്കലി ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിലാണെങ്കിലോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നില്ല. ചാർജസ് വിച്ച് ഇൻ മോഷൻ കോസസ് ഇലക്ട്രിസിറ്റി. ഡയറക്റ്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വൺ പർട്ടിക്കുലർ ഡയറക്ഷൻ. എക്സാമ്പിൾ കാർ ബാറ്ററി, ഫ്ലാഷ് ലൈറ്റ് ബാറ്ററി, ഫോട്ടോ വോൾട്ടൈക് സെൽസ് എക്സെട്ര. ഡയറക്റ്റ് കറണ്ടിനെ ഡി സി എന്ന് വിളിക്കുന്നു. എ സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, flow of electrons back and forth along a path. Example, electric generator. Magnitude of a charge. Amount of charge a particle has is proportional to the number of excess electrons or protons. എന്ന് വെച്ചാൽ എക്സസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ് ആണ് ചാർജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ദാറ്റ് ഈസ് Q is equal to N times E, where Q is the charge, N is the number of excess charge, E is the elementary charge. Units of electric charge. 1 coulomb is defined as the number of electrons which is passing through a current of 1 ampere in 1 second. This coulomb and E was determined by the Robert A. Millikan's experiment and found the value of E to be 1.6 into 10 raised to minus 19 coulombs. It is easier to measure the charge flowing in a current rather than counting the individual protons and electrons. The electric field of the positive charge is radially directed outwards. Electric field of a negative charge ആണെങ്കിലോ it is radially directed inwards. ഒരു കമ്പൈൻഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് ദ നെഗറ്റീവ് ചാർജ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറൻറ്റിനെ കുറിച്ചാണ്. ഇലക്ട്രിക് കറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ യൂണിറ്റ് ടൈം ടി. അതായത് I is equal to Q divided by T, where Q is the charge and T is the time in second. 1 ampere എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു the charge of 1 coulomb flowing in 1 second. That is 1 ampere is equal to 1 coulomb divided by 1 second. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഷർ ഫ്രം ദ ഇലക്ട്രിക് സോഴ്സ് ദാറ്റ് പുഷസ് ദ ചാർജ്ഡ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്റ്റിംഗ് ലൂപ്പ്. അതായത് വോൾട്ടേജ് ബേസിക്കലി പറയുമ്പോൾ ഒരു പ്രഷറാണ്. It is basically called as an electromotive force. അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് which causes the charge carriers to move from one point to another. ഈ ചാർജ് കാരിയേഴ്സ് ആണ് ബേസിക്കലി the constituent of the electric current. The unit of voltage is volt and the term has been coined by Alessandro Volta. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് റെസിസ്റ്റൻസ്. Resistance is a measure of opposition to the current flow in an electrical circuit. റെസിസ്റ്റൻസ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് തടസ്സമാണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതിനെ ഗ്രീക്ക് സിമ്പിളായ ഒമേഗ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ഓം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജോർജ് സൈമൺ ഓം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി റോയിനെ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യും ആൻഡ് ഏരിയ ഓഫ് ദ മെറ്റീരിയൽ എനെയും ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡ് ബൈ എ. ഹിസ്റ്ററി ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ജോർജ് സൈമൺ ഓമിനെ കുറിച്ചാണ്. ഓംസ് ലോ ബേസിക്കലി കണ്ടുപിടിച്ചത് ജോർജ് സൈമൺ ഓം എന്ന് പറഞ്ഞ ജർമ്മൻ ഫിസിസ്റ്റാണ്. ഓംസ് ലോ ഒരു റിലേഷനാണ് കറൻറ്റ്, വോൾട്ടേജ്, അതേപോലെ റെസിസ്റ്റൻസ് തമ്മിലുള്ളത്.
അതായത് 3 ഫോംസ് ഉണ്ട്, 3 പാരാമീറ്റേഴ്സ്. അപ്പോൾ 3 ഫോംസ് ആണ് ഉള്ളത്. I ഈസ് ഈക്വൽ ടു വി ബൈ ആർ, വി ഈസ് ഈക്വൽ ടു ഐ ആർ, അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ഈ ഓംസ് ലോ എന്നുള്ളത് ഒരു ബുക്ക് ആക്കിയിട്ട് ജോർജ് സൈമൺ ഓം 1827 പബ്ലിഷ് ചെയ്തു. ഇനി നമുക്ക് ഓംസ് ലോയുടെ ഗ്രാഫ് നോക്കാം. ഓംസ് ലോയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് കറൻറ്റ് ഓൺ ദ വൈ ആക്സിസ്. ഓമിക് ഡിവൈസസ് എന്ന് പറയുന്നത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് is directly proportional. That is, voltage proportional to current or V is equal to IR എന്നുള്ള റിലേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. സോ ഇറ്റ് വുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ. ഇനി സെക്കൻഡ് കേസ് നോക്കാം, നോൺ ഓമിക് ഡിവൈസസ്. നോൺ ഓമിക് ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ഡിവൈസസ് വിച്ച് ഡസ് നോട്ട് ഒബേ ഓംസ് ലോ. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിരിക്കും. ഇറ്റ് മേ ബി എ പാരബോള, ഒരു കർവ്, ഏതെങ്കിലും ഒരു കർവ് ആവാം. അടുത്തത് നമുക്ക് ഓംസ് ലോ ട്രയാങ്കിൾ നോക്കിയാലോ. അതെന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ്, കറൻറ്റ് ആൻഡ് റെസിസ്റ്റൻസ്. നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഒരൊറ്റ ഫോർമുല മതി ആ 3 ഫോർമുലയും കിട്ടാൻ. സോ ബേസിക്കലി വി നമ്മൾ ടോപ്പ് പോർഷൻ എഴുതുന്നു, ട്രയാങ്കിളുടെ ബോട്ടം പോർഷനിൽ ഐയും ആറും എഴുതുന്നു. വി ഇസ് ഈക്വൽ ടു ഐ ആർ. ഐ എന്ന് പറയുന്നത് വേറെ 2 ക്വാണ്ടിറ്റീസിൻ്റെ ഡിവിഷനാണ്. ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഓർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. നമുക്ക് പവർ ട്രയാങ്കിൾ നോക്കിയാലോ. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറൻറ്റ്. സോ പവർ നമ്മൾ ടോപ്പിൽ എഴുതി, വോൾട്ടേജും കറൻറ്റും താഴത്തെ എഴുതി. ഇനി പി ഇസ് ഈക്വൽ ടു വി ഐ, ഐ ഇസ് ഈക്വൽ ടു പി ബൈ വി, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു പി ബൈ ഐ. ഉള്ള കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വാലൻറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. സീരീസ് ആൻഡ് പാരലൽ അറേഞ്ച്മെൻറ്റ്. സീരീസ് അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ആകും, പക്ഷേ കറണ്ട് സെയിം ആയിരിക്കും. സോ ആർ സീരീസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എക്സെട്ര അപ് ടു RN. അതേപോലെ പാരലൽ കോമ്പിനേഷൻ എടുത്താലോ, കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് വോൾട്ടേജ് അക്രോസ് ദ പാരലൽ സെയിം ആയിരിക്കും. സോ ആർ ടോട്ടൽ എങ്ങനെയാണ് ഇത്? 1 ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു 1 R1 പ്ലസ് 1 R2 പ്ലസ് എക്സെട്ര അപ് ടു 1 RN. നമുക്ക് റെസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാലോ. റെസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഓംസ് ലോയുടെ ബേസിസ് ആണ്. ഇൻറ്റു ലീനിയറും നോൺ ലീനിയറും. ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംസ് ലോ ബിഹേവ് ചെയ്യുന്ന മെറ്റീരിയൽസും, നോൺ ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംസ് ലോ ബിഹേവ് ചെയ്യാത്ത മെറ്റീരിയൽസും. ലീനിയർ ഐറ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സ് is divided into carbon compound resistors, wire wound resistors, thick film resistors and thin film resistors. thick film റെസിസ്റ്റേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്യൂസിബിൾ റെസിസ്റ്റേഴ്സ്, ഷെർമറ്റ് ഫിലിം റെസിസ്റ്റേഴ്സ് ആൻഡ് മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റേഴ്സ്. ഈ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റുന്നതാണ്. ദേ ആർ ഡിവൈഡഡ് ഇൻ ടു പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ് ആൻഡ് ട്രിമ്മേഴ്സ്. നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംസ് ലോ ബിഹേവ് ചെയ്യാത്തതാണ്. ദേ ആർ തെർമിസ്റ്റേഴ്സ്, ഫോട്ടോ റെസിസ്റ്റേഴ്സ്, വേരിസ്റ്റേഴ്സ് ആൻഡ് സർഫസ് മൗണ്ട് റെസിസ്റ്റേഴ്സ്. അടുത്തതായിട്ട് കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് നോക്കാം നമുക്ക്. റെസിസ്റ്റേഴ്സിനെ നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് കളർ കോഡിംഗ് അല്ലെങ്കിൽ കളർ ബാൻഡ്സ് വെച്ചിട്ടാണ്. അതിൽ ബേസിക്കലി ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ,
violet, grey and white. ഇതാണ് ഈ 9 അല്ലെങ്കിൽ 10 കളേഴ്സ്. പോരാത്ത ടോളറൻസ് വാല്യൂവിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സിൽവർ കളറാവാം, ചിലപ്പോൾ ഗോൾഡൻ കളറാവാം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ബ്രൗൺ, റെഡ്, ഗ്രീൻ ആൻഡ് ഗോൾഡൻ ആണെന്ന് വയ്ക്കുക. ബ്രൗൺ, അതായത് ബ്ലാക്കിന് കോഡ് 0 സ്റ്റാർട്ട് ചെയ്തു, വൈറ്റിന് 9 ആവും. നമുക്ക് അത് നിമോണിക്സ് അല്ലെങ്കിൽ കോഡ് വഴി എങ്ങനെ ഓർത്ത് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, BB Roy of Great Britain had a very good wife wearing gold, silver and necklace. ഗോൾഡിന് ടോളറൻസ് +or-5 കൊടുത്തു, സിൽവറിന് +or-10% ആണ് ടോളറൻസ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ നിമോണിക്സിൽ ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ഒരു വാല്യൂസ് നോക്കാം. ബ്രൗണിൻ്റെ ആണെങ്കിലോ, അപ്പം നമുക്കറിയാം ബ്ലാക്ക് കഴിഞ്ഞാൽ ബ്രൗൺ, സോ ഇറ്റ് ഈസ് 1. റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, അപ്പോൾ 1, 2. പിന്നെ ഗ്രീൻ ആണെങ്കിലോ, ദറ്റ് ഈസ് അതിനെ മൾട്ടിപ്ലയർ എന്ന് പറയും. തേർഡ് ഫാക്ടർ വരുന്നത് മൾട്ടിപ്ലയർ ആയിട്ടാണ് വരിക. അപ്പോൾ ഇൻറ്റു 10⁵, ഗ്രീനിൽ 5 ആണ്. പിന്നെ ഗോൾഡൻ എന്ന് പറയുമ്പോൾ +or-5% ടോളറൻസ് തരും. അപ്പോൾ 12 × 10⁵ +or-5% എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എഴുതുന്ന സമയത്ത് 1200 കിലോവും +or-5% എന്ന് എഴുതും. Capacitance. When two conducting surfaces are separated by an insulator, it forms a capacitor. Capacitance unit is farad, and it is established in smaller units of microfarads and picofarads. Microfarad is equal to 10⁻⁻6 farad and picofarad is equal to 10⁻12 farad. Capacitance C is equal to the charge Q divided by voltage V, or C is equal to K into epsilon 0 A divided by D, where K is the dielectric constant, epsilon 0 is the permittivity of the free space, which is equal to 8.854 into 10⁻12 coulomb square per Newton meter square. Electric field of the capacitance E is equal to V by D, which is equal to Q divided by C into D, where capacitance we can write as K into epsilon 0 A by D. So E is equal to Q by K into epsilon times A. The dielectric constant of air is equal to 1. കപ്പാസിറ്റേഴ്സിനെ പൊളാരിറ്റിയുടെ ബേസിസിൽ നോൺ പോളാർ ആൻഡ് പോളാർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നോൺ പോളാർ കപ്പാസിറ്റേഴ്സിനെ വീണ്ടും ഫിലിം കപ്പാസിറ്റേഴ്സും സെറാമിക് ടൈപ്പ് കപ്പാസിറ്റേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോളാർ ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആൻഡ് സൂപ്പർ കപ്പാസിറ്റേഴ്സ്. ഇൻഡക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസീവ് ഇലക്ട്രോണിക് കോമ്പണൻ്റ് ആണ്. ദറ്റ് ഈസ് സ്റ്റോറിങ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഡക്ടർ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് ഒരു വയർ ലൂപ്പ് അല്ലെങ്കിൽ ഒരു കോയിലായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇൻഡക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. It is also proportional to the radius of the coil, and also it is dependent upon the type of the material in which it is wound. SI unit of inductance എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറി ആണ്. ആൻഡ് 1 ഹെൻറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 volt into 1 second ഡിവൈഡ് ബൈ 1 ampere. ആ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വോൾട്ടേജ് ഇക്വേഷൻ എന്നാണ്. ദറ്റ് ഈസ് V is equal to L into di by dt. അതിൽ നിന്ന് നമുക്ക് L എഴുതാൻ പറ്റും V into dt by di. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി എന്നുള്ളത് ഈസ് ഇൻ ദ ഓണർ ഓഫ് എ സയൻറ്റിസ്റ്റ് നെയിംഡ് ജോസഫ് ഹെൻറി. നെക്സ്റ്റ് നമുക്ക് ഓംസ് ലോ അക്രോസ് ആൻ ഇൻഡക്ടർ നോക്കിയാലോ. V is equal to L into di by dt. V is the instantaneous voltage across the inductor. L is the inductance in Henry. Di by dt is the rate of change of current.
നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ കോർ, ദറ്റ് ഈസ് ഇൻറ്റു എയർ കോർ ഇൻഡക്ടർ, അയൺ കോർ ഇൻഡക്ടർ ആൻഡ് ഫെറൈറ്റ് കോർ ഇൻഡക്ടർ. ഈ ഓരോ ഇൻഡക്ടറും ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫിക്സ്ഡ് ടൈപ്പ്, വേരിയബിൾ ടൈപ്പ് ആൻഡ് പ്രീസെറ്റ്.